ക്രിസ്തുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണല്ലോ. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു വചനഭാഗത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം, അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവൻ എന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. ഹല്ലേലൂയ. ഇതിന്റെ ഇതിവൃത്തം നമുക്ക് നന്നായിട്ട് അറിയാം. 9-ാം അധ്യായത്തിൽ യേശു ഒരു അന്ധനെ കാണുകയാണ്, അവനുമായി സംസാരിക്കുകയാണ്. ജന്മന അന്ധനാണ്. അപ്പോൾ അവന്റെ രോഗസൗഖ്യത്തെക്കുറിച്ച്, അവന്റെ കണ്ണുകൾക്ക് ദൈവം കാഴ്ച നൽകി അവനെ സുഖപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണിത്. ഇതിൽ ഇങ്ങനെയാണ്, യേശു ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പുരട്ടിയിട്ട് അവനോട് പറയുന്നത് ഇങ്ങനെയാണ്, സീലോഹ, അതായത് അയക്കപ്പെട്ടവൻ, അവിടെ പോയി കഴുകുക എന്നാണ് പറയുന്നത്. അവൻ അവിടെ പോയി കഴുകി തിരികെ വരുന്നത് അവൻ്റെ അന്ധത മാറി കാഴ്ചയുള്ളവനായിട്ടാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മകളെ കാണാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവ പ്രവൃത്തികളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ദൈവത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് ശരിയാകാതെ വരുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ തെറ്റിപ്പോകുന്ന അവസ്ഥകൾ വരാറുണ്ട്. പലപ്പോഴും ദൈവത്തെക്കുറിച്ച് നമ്മൾ പല തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെയും തെറ്റായ കാഴ്ചപ്പാടുകളിലൂടെയും കടന്നു പോകുന്നുമുണ്ട്. അതിനെല്ലാത്തിൻ്റെയും കാരണം ഒന്നാണ് സീലോഹ, അതായത് അയക്കപ്പെട്ടവൻ, കർത്താവായ യേശു. യേശുവിൽ നീ നിന്നെ തന്നെ ഒന്ന് മുക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകൾ ശരിയാകാത്തത്. ദൈവം നമുക്ക് വേണ്ടി നൽകുന്ന നല്ല ദാനങ്ങളും നല്ല പ്രവൃത്തികളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് സീലോഹ ആകുന്ന കർത്താവായ യേശുവിൽ ഒന്ന് മുക്കിയെടുക്കാം. അവനിൽ നീ ഒന്ന് മുങ്ങി പൊങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തെ, നിന്റെ കാഴ്ചപ്പാടുകളെ, നിന്റെ സാഹചര്യങ്ങളെ ഒന്ന് അവനിൽ, അയക്കപ്പെട്ടവനാകുന്ന കർത്താവായ യേശു ക്രിസ്തു ആകുന്ന സീലോഹയിൽ നിന്ന് മുക്കിയെടുത്തു കഴിഞ്ഞാൽ നിന്റെ സകല കാഴ്ചപ്പാട് മാറും. ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറും. നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിന്റെ കാഴ്ചപ്പാട് മാറും. നിന്റെ ജീവിതം ഒരു പുതിയ രീതിയിലേക്ക് മാറും, ഒരു പുതിയ ടേണിംഗ് പോയിന്റിലേക്ക് മാറും. നിന്റെ ജീവിതത്തെ മാറ്റുന്ന സീലോഹ ആകുന്ന കർത്താവായ യേശുവിൽ ഇന്ന് നീയൊന്ന് മുങ്ങുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, ദൈവത്തിന്റെ മകനെ, മകളെ, പ്രിയപ്പെട്ട ദൈവ പൈതലെ, നിന്റെ ജീവിതം രൂപാന്തരപ്പെടുവാൻ തുടങ്ങും. നിന്റെ ആത്മീയമായ നിന്റെ കണ്ണുകളെ അടച്ചു വച്ചിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്ന് നിനക്ക് പുറത്തു വന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കാണുവാനും കാണുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും നിനക്ക് സാധിക്കും. സീലോഹയിൽ മുങ്ങുവാൻ ഇന്ന് നമ്മൾ തയ്യാറാകണം. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ശക്തിപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ നല്ല പിതാവേ, ഈ നിമിഷം അങ്ങയുടെ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. യേശുവിന്റെ അതിപരിശുദ്ധമായ രക്തം നിന്റെ മക്കളുടെ മേലേക്ക് വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അയക്കപ്പെട്ടവനാകുന്ന യേശു ആകുന്ന സീലോഹായിൽ ഇന്നൊന്ന് മുങ്ങി നിവരുവാൻ കർത്താവേ നിന്റെ മക്കൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പം ഇവരുടെ എല്ലാ കർത്തവ്യങ്ങളും, ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും സീലോഹായാകുന്ന യേശുവിൽ മുങ്ങി നിവർന്നുകൊണ്ടാകുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും സകല ആവശ്യങ്ങളുടെ മേലും ആമേനാകുന്ന യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ സൗഖ്യമാകട്ടെ. ഷോൾഡറുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, ഷോൾഡറിന്റെ ഡിസ്ലൊക്കേഷൻ കർത്താവ് സൗഖ്യമാക്കുന്നു. ഡിസ്ലൊക്കേഷൻ സംഭവിച്ചതിന്റെ ഫലമായി കഴിഞ്ഞ 3.5 കൊല്ലത്തിലധികമായി വേദന സഹിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ശക്തമായ മൈഗ്രെയിൻ ദൈവം എടുത്ത് മാറ്റുന്നു എന്ന് പറയുന്നു. തുടർച്ചയായി മിസ്കാരേജസ് വന്നുകൊണ്ടിരിക്കുന്ന, അബോർഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. നിന്റെ കുടുംബത്തിൽ ഇനി നഷ്ടങ്ങൾ, കുഞ്ഞുങ്ങൾ നഷ്ടമാകുന്ന പൈശാചിക പ്രവൃത്തി ഇനി ഉണ്ടാവുകയില്ലെന്ന് കർത്താവ് പറയുന്നു. ചില ഭവനങ്ങൾ വയ്ക്കുവാൻ ദൈവം കൃപ ചെയ്യുന്നു. പണി തീരാത്ത ഭവനങ്ങളെ ദൈവം പണി തീർക്കുന്നു. കർത്താവിന്റെ കരം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ.